സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുഖിലോ നിന്റെ ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അങ്ങനെ പെട്ടെന്ന് കയറി അയാളത്ത് അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. ആള് ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പക്ഷെ വൺസ് അവളായിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ അവൾ ഭയങ്കര കമ്പനി ആയിരിക്കും. പിന്നെ കൗണ്ടർ അടിക്കാൻ അവളെ കഴിയുള്ള അത് അവളെ വെല്ലാൻ ഈ കളത്തിൽ ഫാമിലിയിൽ ആരുമില്ല. நான் நிறைவேனே நீ மழையானாய் நான் கடലായി. ഞങ്ങൾ ആരെയും ചിലപ്പോൾ ഇത്തിരി പാടുപെടാൻ സാധ്യതയുണ്ട്. കേക്ക് കഴിക്കും, ഇടിയും കൊള്ളും, എല്ലാ പരിപാടിയും പുള്ളിക്കാരന് കിട്ടുന്നതാണ്. പിന്നെ കൗണ്ടർ അടി പിടും, ഇനി പെടാനുള്ളതാണ് അല്ലേ. 16 തൊട്ട് പെട്ടയാൾ കുഞ്ഞിക്കണ്ണന്റെ കുഞ്ഞിപ്പെണ്ണായിട്ട് അവിടെ ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീ സൂടരാനായി ഞാൻ ഒളിയാനേ, നീ മൊഴിയാനായി ഞാൻ കോരലാനേ, നീ ഉടലാനായി ഞാൻ ഉയരാനേ. त्वं जीव शरद शतम्. ഇവള് തീരെ ചെറുതായിരിക്കും അമ്മയച്ഛനും ഓഫീസിൽ പോകുന്ന ടൈമുണ്ട്. അപ്പം മുതൽ എനിക്ക് കളിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും വരില്ല, ഇവളുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈമിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ എൻ്റെ എല്ലാ അലമിനും കൂടെ ചെയ്ത് എന്താ പറയുക, ഞാൻ എവിടെ കളിക്കാൻ പോലും അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് ഇങ്ങനെ ബാക്ക്വേർഡ് ആയിപ്പോയി. പക്ഷെ ഭയങ്കര ടെൻഷനും ഓവർ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഡോക്ടറിനെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം നടത്തിയ സമയത്ത് അതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. വേറൊന്നുമില്ല, സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോക്ടർ ചോദിച്ചു ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആരെയെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനായിരിക്കും അമ്മേനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു എൻ്റെ പേരാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹെർട്ടായി. അതെന്താ പറയുക ബ്രോ, കാരണം ഞങ്ങളെപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അടിയിരിക്കുന്ന അവളായിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ അവൾ പോയപ്പോൾ പറയാൻ പറ്റില്ല.